പശ്ചിമേഷ്യ കത്തുകയാണ്. ഏത് അവസ്ഥയിലും ഏത് തരത്തിലെത്തുമെന്നുള്ളത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇറാൻ അടിക്കുന്നത്, ഇസ്രായേലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കൊക്കെ ബാധിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇനി ഇതിൻ്റെ ഒരു എക്കണോമിക് എഫക്റ്റ് എങ്ങനെയായിരിക്കും, നമ്മളുടെ രാജ്യത്തിന് ഉൾപ്പെടെ എങ്ങനെ ബാധിക്കും? സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ആഗ്രഹിച്ച ട്രംപ് പശ്ചിമേഷ്യയിലെ സമാധാനം മുഴുവൻ താറുമാറാക്കി. ഒട്ടും സമാധാനമല്ല, എത്രയോ രാഷ്ട്രങ്ങളെയാണ് ഈ ബാധിക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ള 19 രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, അതുപോലെ തന്നെ ഇറാഖ്, അതിനു ചുറ്റുമുള്ള രാജ്യങ്ങൾ എന്നു മാത്രമല്ല ആ രാജ്യങ്ങളിലേക്ക് പൗരന്മാരെ വിട്ടിട്ടുള്ള, തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായിട്ട് വിട്ടിട്ടുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ ഇപ്പോൾ അങ്കലാപ്പിലാണ്. അവരുടെ പൗരന്മാരുടെ എല്ലാം ജീവിതം സുരക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്ക്, ഹോർമൂസ് പാത, സൂയസ് കനാൽ പോലെ, പാൻആമ കനാൽ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഡീവ്യൂഹമാണ് കപ്പൽ സഞ്ചാരത്തിൻ്റെ അഥവാ സമുദ്ര സഞ്ചാരത്തിൻ്റെ, സമുദ്ര ഗതാഗതത്തിൻ്റെ. ലോകത്തിൻ്റെ 80%, അത് ആവർത്തിക്കുന്നു, ഞാനത് സ്ട്രെസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, 80% പെട്രോളും കടത്തുന്നത് ഈ പാത വഴിയാണ്. ഇറാൻ്റെ പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നത് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയ അമേരിക്കയ്ക്കെതിരായിട്ട് നമ്മൾ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കണം. പാർലമെൻറ്റ് അപ്രൂവ്ഡ്, യുനാനിമസ്ലി അപ്രൂവ്, ഏകകണ്ഠമായിട്ട് അവർ അംഗീകരിച്ചു. ഇനി ഒരൊറ്റ ഒപ്പ് മാത്രം മതി അതിൽ. ആരുടെയാണ്? അലി ഖമൈനിയുടെ ഒരൊറ്റ ഒപ്പ് കിട്ടിയാൽ അത് നടപ്പാവുകയാണ്. അമേരിക്കയ്ക്ക് ഒരു കുന്തവും അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കടലിടുക്കാണ്. എല്ലാവരും സൗജന്യമായിട്ട് പോകുന്ന ഒരു സമുദ്രപാത. ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. അമേരിക്ക വിചാരിച്ചാലും ഇസ്രായേൽ വിചാരിച്ചാലും. അനുഭവിക്കാൻ പോകുന്ന നമ്മളാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്കാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ബാരലിന് $, റുപ്പിയല്ല, 120 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 × 70, 80 എന്ന് വെച്ചോളൂ, 80 രൂപ. എത്ര വരുമോ അത്രയും കൂടും. അതിനനുസരിച്ച് 200 കിടക്കും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില 200 കിടക്കാൻ പോവുക. ഞാൻ പറയും സഞ്ജനി വിചാരിക്കുക എനിക്ക് കാറില്ലല്ലോ അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയല്ല. ഇത് കൂടിക്കഴിയുമ്പോൾ ഈ ഇന്ധനം ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ആൻഡ് എവറിതിങ്, കൺസ്യൂമർ പ്രോഡക്ട്സ്, ഡ്യൂറബിൾ പ്രോഡക്ട്സ് എല്ലാം നടക്കുന്നത്. അതിന് ഇത്ര രൂപ വില കൂടിയ പെട്രോൾ വാങ്ങിക്കേണ്ടി വരും. അതിൻ്റെ ഫലമായിട്ട് ആ പ്രോഡക്റ്റുകളുടെ, ആ ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് കേരളത്തിലറിയാം, പച്ചക്കറി, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം വില വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ആ വർധനവിൻ്റെ കൂടെ ഇതിന് വർധനവുണ്ടാവും എന്ന് മാത്രമല്ല, തൽപര കക്ഷികൾ അവിടെ യുദ്ധം ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ സാധാരണ കുടിക്കുന്ന ചായയില്ലേ, ഇതിനെ വലുതായിട്ട് ബാധിക്കുന്നില്ലെങ്കിലും 10 രൂപയ്ക്ക് കിട്ടുന്ന ചായയുടെ വില 20 രൂപ. 10 രൂപയ്ക്ക് വിൽക്കുന്ന മുറുക്കാൻ്റെ പോലും ഈ കാരണം പറഞ്ഞ് 20 രൂപയാക്കും. അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂടിയ വിലയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലും നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ ബജറ്റിൽ ഒതുങ്ങാതെ വരും നമ്മുടെ ജീവിതം. ആത്മഹത്യകളുടെ എണ്ണം കൂടും, പരാധീനതകളുടെ എണ്ണം കൂടും, പട്ടിണി മരണങ്ങളുടെ എണ്ണം കൂടും. ഇതെല്ലാം സംഭവിക്കും. ഒരു ലോകയുദ്ധം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട്, അറിയാമോ? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു പ്രധാനമന്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളോടെല്ലാം ഈ ഭക്ഷ്യക്ഷാമം നേരിടാൻ ഒരു ദിവസം പട്ടിണി കിടക്കാൻ പറഞ്ഞു. പട്ടിണി കടന്നു, അദ്ദേഹവും കടന്നു. ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹവും കുടുംബവും, പെൺമക്കൾ ഉൾപ്പെടെ 5-6 പേരുണ്ട്. അവർ പട്ടിണി കടന്നു ഈ രാജ്യത്തിന് വേണ്ടി, ദേശസ്നേഹം. ഈ ഒരു ഹോർമസ് കടലെടുക്ക് അവർ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്ക ഒരു വൻ ശക്തി തന്നെയാണ്. അമേരിക്കയെ തോൽപ്പിക്കാനൊന്നും ഇറാൻ ആവത്തില്ല. ഒരുപക്ഷെ ഇന്ത്യക്ക് പോലും, ഒരുപക്ഷെ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക എന്ന ഒരു വൻ ശക്തിയെ തകർക്കാനാവും. അതിന് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ഉണ്ട്, മറ്റു പല രാജ്യങ്ങളുണ്ട്.
അപ്പോൾ ഇതെന്തായാലും പിന്നീട് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് UN ആണ്, അമേരിക്കയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് അടയ്ക്കുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇറാനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കും, ശക്തമായിട്ട് ഇറാനെ തകർക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അതിന് മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ കൂട്ടുനിൽക്കില്ല. അങ്ങനെയല്ല വരുന്നത്. ഇതിനകത്ത് ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് സംഭവിക്കും, ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇറാനിയൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ബഗ്രാച്ചി ഇന്നലെ എവിടെയായിരുന്നു? സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ. ആരെയാണ് കണ്ടത്? സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാദിമിർ പുതിനെയാണ് കണ്ടത്. വ്ളാദിമിർ പുതിനുമായിട്ട് സംഭാഷണം നടത്തി. ആ സംഭാഷണത്തിൽ ഉരുത്തിരിഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇറാനെ സഹായിക്കാൻ ഞങ്ങൾ വരും. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നറിയാമോ? അതിൻ്റെ ഇമ്പാക്റ്റ് ഇനി അമേരിക്ക ഒരിക്കൽ ആക്രമിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഞങ്ങളും പങ്കാളികളാവുമെന്നാണ്. ഹോർമൂസ് കടലിടുക്കിൽ അവരുടെ മാർഗം അടച്ചു, അവരുടെ പരിധിയിലുള്ള ഒരു മാർഗം അടച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റില്ല. അത് ജനീവ കരാറിൻ്റെ UN ചാർട്ടറിൻ്റെ ഒക്കെ ലംഘനമാണ്. അനുഭവിക്കുകയേ ഗതിയുള്ളൂ. അതിൻ്റെ പേരിൽ ഒരു യുദ്ധവും കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയുടെ തന്നെ അനുമതിയോടുകൂടി പഴയ സോവിയറ്റ് യൂണിയൻ റഷ്യയ്ക്ക് അവിടോട്ട് പടയാളികളെ അയക്കാം. മോശമൊന്നുമല്ല. ലോകത്തിലെ നമ്പർ 2 സ്ഥാനമുണ്ട് സോവിയറ്റ് റഷ്യയുടെ സൈന്യത്തിന് ഇപ്പോഴും. എന്ന് മാത്രമല്ല, ആണവായുധങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയേക്കാൾ മുമ്പിലാണ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന് 184, അമേരിക്കയ്ക്ക് 121 ആണവായുധങ്ങൾ എന്നാണ് IAEA പറയുന്നത്. ഞാൻ ഈ പറയുന്ന സംഖ്യയിൽ ചെറിയ വ്യത്യാസം വരാം, പക്ഷേ അതിൽ മുമ്പിൽ നിൽക്കുന്നത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്, അമേരിക്കയല്ല. പക്ഷേ റഷ്യ ഉക്രൈൻ ഒരു യുദ്ധം നടക്കുമ്പോൾ റഷ്യ ഒരേ സമയം തന്നെ പിന്നീട് മറ്റൊരു രാജ്യത്തിനും കൂടെ യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ടോ? അവിടെയാണ് നമുക്കെല്ലാം തെറ്റുന്നത്, നമ്മുടെ പത്രങ്ങൾക്കും തെറ്റിപ്പോകുന്നത്. ഉക്രൈൻ ശരിക്കും ഉക്രൈൻ ഒരു വലിയ രാജ്യം, അങ്ങനെ വലിയൊരു സംഗതിയൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ട് റഷ്യ അതിനെ അടിച്ചിടുന്നില്ല എന്നുള്ള സംശയം കൂടി എനിക്കുണ്ട്. ഒരു വിഷയം, വേറൊരു വിഷയമാണെങ്കിലും ഞാൻ പറയാം. റഷ്യ ഒരു യുദ്ധമല്ല അവിടെ നടത്തുന്നത്. റഷ്യ യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 171 ആണവ ബോംബുകളിൽ ഒരെണ്ണം കൊണ്ടിട്ടാൽ മതി, തീർന്നു അവിടെ കാര്യങ്ങൾ മുഴുവൻ കഥ കഴിഞ്ഞു. അങ്ങനെയല്ല, അവർ തന്നെ പറഞ്ഞത് ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ. നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയതുപോലെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ മാത്രം, യുദ്ധമല്ലത്. ആ യുദ്ധമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. യുദ്ധമാണെങ്കിൽ ഒറ്റ നിമിഷം മതി അതിനെ തകർക്കാൻ. അവർ നേടേണ്ടതെല്ലാം നേടി. അതായത് റഷ്യ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം റഷ്യയോട് കൂട്ടിച്ചേർത്തു. അവരുടെ ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് യുക്രൈൻ്റെ കീഴിൽ ജീവിക്കേണ്ട. നോക്കൂ, നമ്മളിപ്പോൾ പാക് ഓക്കുപൈഡ് കാശ്മീർ പറയുന്നു ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കീഴിൽ ജീവിക്കേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ജീവിച്ചാൽ മതി. നമ്മൾ പോയി ആക്രമിച്ച് അതിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്ന ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ. പക്ഷേ ശാസ്ത്രിയുടെ കാലത്തുണ്ടായ ഒരു യുദ്ധമാണ്. അതുപോലെ ഒന്നും അല്ലിപ്പോൾ അവിടെ നടക്കുന്നത്. അത് തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയൻ ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുന്ന ഒരു ഭീഷണിയായിരുന്നു, അവർ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ വേണ്ടി വന്നാൽ നിലനിൽക്കാൻ വേണ്ടി അമേരിക്ക അന്ന് ജപ്പാനെതിരെ ഉപയോഗിച്ചതുപോലെ ആണവായുധങ്ങൾ അവർ ഉപയോഗിക്കാനും മടിക്കില്ല. അത് അമേരിക്കയ്ക്ക് നല്ല പേടിയുണ്ട്. അമേരിക്ക എന്തുകൊണ്ടാണ് ഈ ബങ്കർ ബോംബുകളൊക്കെ നോർത്ത് കൊറിയക്കെതിരെ പ്രയോഗിക്കാത്തത്? കാരണം പേടിയാണ്. അവർക്ക് സമ്പുഷ്ടീകരിച്ച യുറാനിയമുണ്ട്, ആണവ ആയുധങ്ങളുമുണ്ട്. പോയി കഴിഞ്ഞാലുണ്ടല്ലോ വിവരമറിയും. അതുകൊണ്ടാണ് ഇത് ഇറാൻ എന്ന് പറയുന്നത് നനഞ്ഞടം കുഴിക്കുന്നത് പോലെ അവർ യുദ്ധം ചെയ്തിരിക്കുകയാണ്. അതൊന്നും വിജയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്കൻ പത്രങ്ങൾ തന്നെ അത് പറഞ്ഞു. അത് ആണവ ബോംബുകളെ നശിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാണ് പിൻവാങ്ങിയത് എന്ന് മാത്രമോ. ഖത്തറിൽ ഇപ്പോൾ ആക്രമണം നടത്തിയല്ലോ, അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തി, എന്തേയൊന്നും പ്രതികരിക്കാത്തത്? അതുപോലെ ഗൾഫിൽ അത് ആക്രമണം നടത്തി നമ്മളത് പ്രതീക്ഷിച്ചു. കാരണം ഇന്നലെയൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു ഇനി ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ട്രംപ് രാവിലെ നമ്മൾ കണ്ട ഒരു ട്വിറ്റർ മെസ്സേജ് എന്ന് പറയുന്നത് ഇനി സമാധാനമാണ്, ഇനി ഞാൻ ഇത് ഏകോപിപ്പിച്ചിരിക്കുന്നു, ഇത് ഇനി വെടിനിർത്തലുണ്ടാവും ഉടനെ തന്നെ. ഇത് കാര്യം എന്താ? റിപ്പബ്ലിക്കന്മാരിൽ തന്നെ എതിർപ്പ് വന്നിരിക്കുന്നു. കടന്നൽക്കുട്ടി കല്ലെറിഞ്ഞിട്ട് ഓടിപ്പോയിരിക്കുകയാണ് പുള്ളി. ഇനിയിപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് രഞ്ജിനി, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ കാര്യം കൂടി പറയണമല്ലോ. ഇസ്രായേലിൽ 18,000 ഇന്ത്യക്കാരുണ്ട്, ഇറാനിൽ 10,000 ഇന്ത്യക്കാരുണ്ട്. ഗൾഫ് മേഖലയിലാകെ ഇതുവരെ കണക്ക് ശരിയായിട്ടില്ല എങ്കിലും ഏതാണ്ട് 20 ലക്ഷത്തോളം ഇന്ത്യക്കാരാണുള്ളത്, അല്ലേ? അവരൊന്നും വലിയ പണം. നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു പരിധി വരെ താങ്ങി നിർത്തുന്ന പ്രവാസികളാണ്. അവരുടെ പോസ്റ്റൽ ഇക്കോണമി, പ്രത്യേകിച്ച് ഗൾഫ്, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഖത്തർ, ഇതേപോലുള്ള രാജ്യം, ദമാം, മസ്കറ്റ് ഒക്കെ ഇഷ്ടംപോലെ കണ്ടമാനമാണ് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നത്. അതെ,
അതുപോലെ തന്നെ ഇറാൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ. ഇത് ഞാൻ പറയുന്നതല്ല, ടൈമിൻ്റെ വിശകലനമാണ്. അൽ ജസീറ, ടൈമല്ല, അൽ ജസീറ. എന്താ കാര്യം? അവിടുന്ന് നമുക്ക് വിലക്കുറവിൽ പെട്രോൾ കിട്ടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇക്കോണമിയെ താങ്ങി നിർത്തുന്നത് ഇറാൻ കൂടിയാണ്. ഇസ്രായേലും അതുപോലെ സുഹൃത്താണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. US ചീഫ് ഓഫ് സെൻട്രൽ കമാൻഡ് ജനറൽ മിഷേൽ കുറില്ല എന്ന് പറയും. ജനറൽ മിഷേൽ കുറില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പാകിസ്ഥാനെ പറ്റി. പാകിസ്ഥാൻ ഈസ് ആൻ എക്സെപ്ഷണൽ കൗണ്ടർ ടെററിസം പാർട്ട്ണർ. പാകിസ്ഥാൻ ഈസ് ആൻ എക്സെപ്ഷണൽ കൗണ്ടർ ടെററിസം പാർട്ട്ണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇവർ ആക്രമണം നടത്താത്തത് എന്നും പറയുന്നത് പോലെ ഈ പ്രാവശ്യം നമ്മൾ ഇസ്രായേലും നമ്മുടെ സുഹൃത്ത്, ഇറാനും നമ്മുടെ സുഹൃത്ത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രണ്ട് രാജ്യങ്ങളെ എതിർക്കാത്ത ഒരു സമദൂര സിദ്ധാന്തം നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരും. ഒരു ഡെലിക്കേറ്റ് ബാലൻസിങ്, അതാകട്ടെ വളരെ പ്രയാസമേറിയ ഒന്ന്. ഞാണിന്മേൽ കളി പോലുള്ള, നൂൽപ്പാലത്തിലൂടെ കടക്കുന്നത് പോലെയുള്ള ഒരു എക്സർസൈസാണ്, ഒരു വ്യായാമ മുറയാണ്. അതീവ പാഠവും നമ്മുടെ എസ് ജയശങ്കർ അതിൽ അസാധാരണമായ പാഠവും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം.